ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് തകൃതിയായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്ന മസാജ് സെൻറ്ററുകൾ, വെൽനസ് കേന്ദ്രങ്ങൾ, സ്പാ എന്ന് പറയുന്ന കേന്ദ്രങ്ങൾ. അതായത് ഇവിടെ നടക്കുന്നത് അതായത് മിക്കവാറുമുള്ള എല്ലാമല്ല, ഒരു ഭൂരിഭാഗം സ്പായിലും നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനങ്ങളാണെന്നുള്ളത് പല വീഡിയോകളിലും വാർത്തകളിലൂടെ എല്ലാം നമ്മൾ കണ്ട കാര്യമാണ്. അതായത് സ്പാ കേന്ദ്രീകരിച്ച് ഈ ക്രോസ് മസാജിങ് അതായത് ആണിനെ പെണ്ണ് മസാജ് ചെയ്യുന്നു, പെണ്ണിനെ ആണ് മസാജ് ചെയ്യുന്ന കേന്ദ്രം ഉണ്ടായിരിക്കും. അത് പക്ഷേ ഏറ്റവും കൂടുതൽ ആണുങ്ങളെ സ്ത്രീകൾ മസാജ് ചെയ്യുന്നതും, പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസ് എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളും അനാശാസ്യങ്ങളും പ്രവർത്തനങ്ങളും നടന്നതിന് ശേഷം അതിനും തുക ഈടാക്കുന്നതും. അപ്പോൾ ഈ മാന്യമായിട്ട് ജോലിക്കിറങ്ങി പോകുന്ന സ്ത്രീകൾക്ക് ഇതൊരു വെല്ലുവിളിയല്ലേ? കാര്യം അനധികൃതമായ ഈ പരിപാടിയിലൂടെ നല്ലൊരു കാശ് സമ്പാദിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വി രാജേഷ് എടുത്ത തീരുമാനം വളരെ സ്വാഗതാർഹം അർഹിക്കുന്നതാണ്. കാര്യം തിരുവല്ലയിൽ ഈ ഇടയ്ക്ക് നടന്ന സ്പായിൽ നടന്ന ബലാത്സംഗം, അതായത് പച്ചയ്ക്ക് അവിടെ നടന്ന ബലാത്സംഗം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അതുപോലെ എന്തുമാത്രം പാവപ്പെട്ട സ്ത്രീകളും അതിനകത്ത് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മാന്യമായ ജോലിക്ക് വന്നിട്ട് പല കാര്യങ്ങൾക്കും അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വി രാജേഷ് പറയുന്ന പ്രകാരം ഈ അനധികൃതമായിട്ട് അനാശാസ്യം നടക്കുന്ന എല്ലാ സ്പാ കേന്ദ്രങ്ങളും ഈ തിരുവനന്തപുരത്ത് പൂട്ടിക്കും എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് തീർച്ചയായിട്ടും സ്വാഗതാർഹം അർഹിക്കുന്നതാണ്. പക്ഷേ ഇത് ഹോട്ടലുകളിൽ പഴകിയ ആഹാരം പിടിക്കുമ്പോൾ പൂട്ടിക്കുന്ന പോലെ മാത്രമാകരുത്. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി മാത്രമാകരുത് ഈ ലൈസൻസ് റദ്ദാക്കുന്നത്. അതായത് അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്പാകളും ഇനിയും പൊട്ടിമുളയ്ക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലൂടെ ആയിരിക്കണം. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നവർ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണോ? കാര്യം നേരത്തെ, അതായത് ഈ ഇടയായിട്ട് ഒരു 3-4 വർഷം കൊണ്ടാണ് ഇങ്ങനെ കൂണുപോലെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയത്. കാര്യം ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഇല്ലീഗലായിട്ടുള്ള ഒരു ബിസിനസ് അല്ലേ? കാര്യം തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും കോർപ്പറേഷന്, ഇപ്പോൾ അധികാരത്തിലേറിയ സർക്കാരിന് അല്ലെങ്കിൽ ഭരണ അധികാരികൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ വളരെ വലിയ കാര്യം തന്നെയാണ്.